അദ്ദേഹത്തിന് തലക്കേറ്റ ചതവിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേദന ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് CT സ്കാനിങ്. അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മൂക്ക് CT സ്കാനിങ്ങിന് വിധേയമാക്കും. അതിനുശേഷമാണ് ചികിത്സയെക്കുറിച്ച് പറയാൻ സാധിക്കുക. നേരത്തെ വന്നുകൊണ്ടിരിക്കുന്നു. ആ മർദ്ദനമേറ്റ സമയത്ത് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് 6 തവണ ഗ്രനേഡ് ഉപയോഗിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ട് വേറെയും. ഇപ്പോൾ ഒരു സഹോദരൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണിത്. വളരെ ക്രൂരമായിട്ട് നിങ്ങളുടെ ഫോട്ടോ കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഇപ്പോൾ CT സ്കാനിങ് വിധേയനാക്കും. അതിനുശേഷം അടുത്ത കാര്യങ്ങൾ പറയാം. അയാൾക്ക് കണ്ണുണ്ടെങ്കിൽ അവിടെയുള്ള ലോക്കൽ ചാനലിൻ്റെ വിഷ്വൽസ് വീക്ഷിക്കട്ടെ, കാണട്ടെ, എന്നിട്ട് പറയാം ബാക്കി. കണ്ണുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണുണ്ടെങ്കിൽ പേരാമ്പ്രയിൽ ലോക്കൽ ചാനലിൻ്റെ വിഷ്വൽസ് വീക്ഷിക്കട്ടെ. ഇദ്ദേഹത്തിന് തല്ലുന്നു, അടുത്ത് ഞാനുണ്ട്, പൊട്ടടുത്ത് നിൽക്കുകയാണ് ഞാൻ. എന്നെ ആരോ പിടിച്ചു മാറ്റിയതാണ്. 2 തവണ 3 തവണ. ആദ്യം തലക്കടിച്ചു, പിന്നെ മൂക്കിനടിച്ചു, 2 തവണ മൂക്കിനടിച്ചു, 2ാം തവണ എടുത്തുകൊണ്ടാണ് ബ്ലഡ് പുറത്തേക്ക് വന്നത്. അപ്പോഴാണ് അടി നിർത്തിയത്. അടിച്ചതാണ്, ലാത്തി കൊണ്ടടിച്ചതാണ്. ലാത്തി കൊണ്ട് 1 അല്ല 2 തവണ അടിച്ചു. പിന്നെ ഷാഫി പറമ്പിലിനെ അറിയാതെ അടിച്ചെന്ന് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റും. മാത്രമല്ല, ഷാഫി പറമ്പിലും ഞാനും അവിടെ പോയത് അവിടെ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ സമാധാനപരമായി പിരിച്ചുവിടാനാണ്. അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമവുമായിട്ടാണ് കൊയിലാണ്ടിയിൽ യോഗത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ പേരാമ്പ്രയിലെത്തുന്നത്. അതിൻ്റെ ശ്രമത്തിനിടെയാണ് പോലീസിൻ്റെ പ്രൊവോക്കേഷൻ. ഞങ്ങൾ DYSP കണ്ട് നേരിട്ട് പറഞ്ഞു, ഒരു 15 മിനിറ്റ് കാത്തു നിൽക്കൂ, ഞങ്ങൾ പിരിഞ്ഞു പോകും. പക്ഷേ പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നലെ ഉണ്ടായ അനുഭവം അവർക്ക് ഇന്നും ഉണ്ടായി. ഇന്നലെ പോലീസ് പ്രകടനം തടഞ്ഞു, ഇന്നും തടയുന്നു. ഒരു സംഘടനയ്ക്ക് പ്രതിഷേധ പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യമുണ്ടാവുന്നില്ല എന്ന തോന്നലുണ്ടായ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് വന്ന ശക്തമായ പ്രതിഷേധമാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം, ഗിവ് us 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ DYSP സുനിൽ പ്രവർത്തിച്ചത് CPMൻ്റെ ഗുണ്ടയെ പോലെയാണ്. CPMൻ്റെ ഗുണ്ടകളാണ് പോലീസുണ്ടായിരുന്നത്. ഞങ്ങളോട് പറയുകയാണ്, തൊട്ടപ്പുറത്ത് ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ട് CPMകാർ, അങ്ങോട്ട് പോകണ്ട. ഇതെന്താ വെള്ളരിക്കപ്പെട്ടത്? അത് പറയുന്നതാരാ? പോലീസ് ഉദ്യോഗസ്ഥർ. നിങ്ങളവിടെ പോകണ്ട. സമാധാനമായ പ്രകടനത്തിന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ആയുധമായി നിൽക്കുന്ന CPMകാരുണ്ട്, അങ്ങോട്ട് പോകരുത് എന്ന് അവർക്ക് വേണ്ടി ശുപാർശ നടത്തുന്ന നാണം കെട്ട പണിയാണ് പോലീസ് ചെയ്തത്.